പോകാൻ ശ്രമിക്കുന്നതിനിടെ എന്തോ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂമി തുളച്ച് ഒരു സാധനം വരുന്നതായി കാണുകയും ഇതോടെ മണ്ണിന്റെ അനക്കം അതിന് അറിയാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അവിടെ കിടന്ന ഒരു ടോയ് എടുത്ത് ദൂരേക്ക് എറിയുകയും ഉടൻ ആ ജീവി പാഞ്ഞ് അവിടേക്ക് ചെന്ന് മൊത്തം തകർക്കുന്നത് കണ്ട് അവനും ബോയും കൂടി അവിടെ നിന്ന് ആഞ്ഞ് ഓടുകയും എന്നാൽ ഓടുന്ന അവരുടെ പിറകെ മണ്ണിന്റെ അനക്കമനുസരിച്ച് ആ ജീവി പാഞ്ഞു വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു നദിക്കരയിലെത്തുമ്പോൾ അവൻ അവിടെ നിന്ന് മറിഞ്ഞ് നേരെ താഴേക്ക് വീണ് ബാഗൊക്കെ തെറിച്ചു പോവുകയും ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബോയിയെയും പിടിച്ച് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ബോയ് ആകെ പേടിച്ചിരിക്കുകയാണ്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനെ അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നതിനിടെ അവരുടെ പിന്നിലൂടെ ആ ജീവി അവിടേക്ക് വരികയും ബോയി വെപ്രാളം പിടിക്കുന്നതോടെ അതിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അവർ ശബ്ദമുണ്ടാക്കാതെ സൈലന്റായി ഒരുവിധം എങ്ങനെയെങ്കിലും പിടിച്ച് ഇരിക്കുകയും അല്പസമയത്തിനുള്ളിൽ അത് അവിടെ നിന്ന് മാറി പോയി കളയുന്നു. പോയി കഴിഞ്ഞതോടെ അവർ രണ്ടുപേരും റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. ഇതിനിടെ ബോയ് നോക്കുമ്പോൾ യജമാന്റെ ഡ്രസ്സ് പറന്ന് വെള്ളത്തിൽ വീഴുന്നതായി കാണുകയും അത് അപ്പോൾ തന്നെ വെപ്രാളത്തിൽ അത് എടുക്കാനായി ഓടി അവിടേക്ക് ചെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി അത് എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ആ ജീവി വരും അടങ്ങിയിരിക്കാനൊക്കെ അവൻ പറയുന്നു. ശേഷം അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ അത് പാഞ്ഞ് അവിടേക്ക് വരികയാണ്. ഇതോടെ ബോയിയെ രക്ഷിക്കാൻ അവൻ ഓടി തന്റെ ബാഗിനടുത്തേക്ക് ചെന്ന് കയ്യിലുണ്ടായിരുന്ന ബോംബ് എടുക്കുകയും രണ്ടും കൽപ്പിച്ച് അതിന്റെ ട്രിഗർ വലിച്ച് ആ ജീവി ചാടി അവന്റെ അടുത്തെത്തുമ്പോൾ അതിന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുത്ത് വെള്ളത്തിലേക്ക് ചാടുകയും അത് പൊട്ടി അങ്ങ് തെറിച്ച് ചിന്നി ചെതറി പോവുകയും ചെയ്യും. അവനാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് വീണ് പൊങ്ങി വന്നിരിക്കുകയാണ്. നോക്കുമ്പോൾ അത് ചത്ത് കിടക്കുന്നത് കണ്ട് അവന് സന്തോഷമാവുകയും പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ എന്തോ കടിക്കുന്ന പോലെയൊക്കെ തോന്നി. അവൻ അപ്പോൾ തന്നെ ബാഗും എടുത്ത് കരയിലേക്ക് നീന്തി ചെല്ലുകയും ചെയ്യും. അവിടെ ബോയ് അവനെ കാത്തു നിൽക്കുകയാണ്. വളരെ പാടുപെട്ട് അവൻ എങ്ങനെയെങ്കിലും കരയിലേക്ക് കയറിയ ശേഷം നോക്കുമ്പോൾ ദേഹത്തെല്ലാം ഓരോ ജീവി കടിച്ചു പിടിച്ചിരിക്കുന്നത് കണ്ട് വളരെ പാടുപെട്ട് അതിനെയൊക്കെ വലിച്ചിളക്കി കളയുകയും ഷർട്ട് വലിച്ചു നോക്കുമ്പോൾ ദേഹം മുഴുവൻ ജീവികൾ കടിച്ചിരിക്കുന്നത് കണ്ട് വളരെ വെപ്രാളത്തോടെ അവൻ എങ്ങനെയെങ്കിലും അതിനെല്ലാം വലിച്ചിളക്കി കളയുകയും ചെയ്യും. ചെവിയിൽ ഉൾപ്പെടെ അത് കടിച്ചിരിക്കുകയാണ്. അവൻ അതിനെടുത്ത് ഞെക്കി പിഴിഞ്ഞങ്ങ് ദൂരെ എറിയുകയും ശേഷം നിന്നെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, നീ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയും നിന്റെ ആ കോപ്പിലെ ഡ്രസ്സിനി ഞാൻ കൊണ്ടു നടക്കില്ലെന്ന് പറയുമ്പോൾ അത് പിണങ്ങി അവിടെ നിന്ന് ഓടി പൊക്കളയുകയും ചെയ്യുന്നു. ഇതോടെ അവനും ദേഷ്യത്തോടെ ബാഗും എടുത്ത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമെങ്കിലും അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ കിളിപോയി കറങ്ങി നിൽക്കുകയും അവന്റെ ദേഹത്തൊക്കെ എന്തോ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നേരെ അവിടെ മറിഞ്ഞു വീഴുന്ന അവന് ഇപ്പോ കടിച്ച ജീവിയിൽ നിന്ന് വിഷമേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും എന്നാൽ പെട്ടെന്ന് തൊട്ടടുത്ത് ഒരു ചെടി കണ്ട് മുമ്പ് അവന്റെ ട്രെയിനർ വിഷമേറ്റാൽ ഇത് കഴിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞത് അവന് ഓർമ്മ വരികയും അങ്ങനെ അവൻ അതെടുത്ത് കഴിച്ചുകൊണ്ട് അവിടെ അങ്ങ് കിടക്കുകയും ചെയ്യും.